രൺവീർ സിംഗ് നായകനാകുന്ന ബോളിവുഡ് ചിത്രം ദുരന്തർ തിയേറ്ററുകളിൽ വൻ ഹിറ്റായി പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിലെ താരങ്ങളുടെ ഗെറ്റപ്പും പാട്ടുകളും ഒക്കെ ശ്രദ്ധ നേടി. ഒന്നാന്തരം പ്രൊപ്പഗണ്ട സിനിമയെന്ന വിമർശനങ്ങൾക്കും കുറവില്ല. അക്ഷയ് ഖന്നയുടെ സ്വാഗ് കത്തിപ്പടർന്നതിനു പിന്നാലെ സോഷ്യൽ മീഡിയ തൂക്കിയിരിക്കുകയാണ് ദുരന്തറുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്രെൻഡ്. ഫസ്റ്റ് ഡേ ആസ് സ്പൈ ഇൻ പാകിസ്ഥാൻ എന്ന ഹാഷ്ടാഗിലുള്ള നർമ്മം കലർന്ന വീഡിയോകളാണ് എവിടെയും ചർച്ച. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ മലയാളി പാകിസ്ഥാനിൽ ഒരു സ്പൈ ആയി പോയാൽ എങ്ങനെയിരിക്കുമെന്നാണ് പ്രധാന ഉള്ളടക്കം. ആദ്യ ദിവസം തന്നെ അവർ പിടിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കുമെന്നാണ് രസകരമായി അവതരിപ്പിക്കുന്നത്. പാകിസ്ഥാനിലെത്തിയ പത്തനംതിട്ടക്കാരൻ ഏജന്റിനോട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ കൊടുക്കുന്നത് സാക്ഷാൽ അയ്യപ്പന്റെ പ്രസാദമാണ്, അരവണ. പിന്നെ സംഭവിച്ചത് പറയണ്ടല്ലോ. ഇടുക്കിക്കാരൻ ചങ്ക് എന്നതാ ചേട്ടായി വിളികൊണ്ടും തൃശൂർ ഗഡി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടുള്ള പ്രേമം കൊണ്ടും പിടിക്കപ്പെടുമ്പോൾ കോഴിക്കോടൻ ചെക്കൻ വലിയ കുണമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി എന്ന മറുപടി കൊണ്ടാണ് ട്രാപ്പിലാകുന്നത്. കണ്ണൂരുകാരൻ സ്പൈയുടെ കയ്യിലെ ടിഫിൻ ബോക്സ് തുറക്കാൻ ശ്രമിച്ച് അതിലെ ബോംബ് പൊട്ടിത്തെറിച്ച് പണികിട്ടിയ പാകിസ്ഥാൻകാരനും ഏപ്രിലിൽ ഓപ്പറേഷൻ തുടങ്ങാൻ പറഞ്ഞപ്പോൾ അപ്പോൾ പറ്റില്ല, കാവശ്ശേരി പൂരവും നെന്മാറ വേലയുമുണ്ടെന്ന് മറുപടി പറഞ്ഞ പാലക്കാട്ടുകാരനും സോഷ്യൽ മീഡിയയിൽ ചിരി വിതറുന്നുണ്ട്. ശീമാട്ടിയുടെ കവറിൽ അരിയും പച്ചക്കറിയുമായി പാകിസ്ഥാനിൽ പോയ മലയാളി, സ്വാമിയെ എന്ന് എവിടെ നിന്നോ കേട്ടപ്പോൾ ശരണം വിളിച്ച യുവതി, പപ്പായ ജ്യൂസ് എന്ന് കേട്ടയുടനെ എട ഹെൽത്തി കുട്ട എന്ന് പറഞ്ഞ ചേച്ചി, പോറ്റിയെ കേറ്റിയെ പാരടി റിംഗ് ടോണായി സെറ്റ് ചെയ്ത ചേട്ടൻ, അങ്ങനെ ഭാവനയും കോമഡിയും തുടരുകയാണ്. അറബിയും ഒട്ടകവും പി മാധവൻ നായരും ചിത്രത്തിലെ മോഹൻലാലിന്റെയും മുകേഷിന്റെയും കഥാപാത്രങ്ങളെയും ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മാമുക്കോയുടെ കഥാപാത്രത്തെയുമെല്ലാം ട്രെൻഡിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് മലയാളികൾ. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ട്രെൻഡിംഗ് ആണ് ഇത്തരം റീലുകൾ. എന്തിന്, രാഹുൽ ഗാന്ധിയെ പോലും ഈ ട്രെൻഡിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് നെറ്റിസൺസ്. അതേസമയം ആദിത്യ ദർ സംവിധാനം ചെയ്ത മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ദുരന്തർ ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. ഓപ്പണിംഗിൽ ആഗോളതലത്തിൽ 32.5 കോടി നെറ്റ് നേടിയെന്നാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നെൽസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ദുരന്തർ പ്രൊപ്പഗണ്ട സിനിമയാണെന്ന വിമർശനങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ദി താജ് സ്റ്റോറി, ദി ബംഗാൾ ഫയൽസ് പോലുള്ള സിനിമകൾ മോശം സിനിമകളായതിനാൽ അപകടകരമായിരുന്നില്ലെന്നും ദുരന്തർ വളരെ മികച്ച രീതിയിൽ ചിത്രീകരിച്ച ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നുമാണ് യൂട്യൂബർ ധ്രുവ് റാഠി പറയുന്നത്.